ബീഹാറിലൂടെ എന്റെ സഞ്ചാരത്തിന്റെ 2ാം ദിവസം സായന്തനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്ഗീറും നളന്ദയും ഉൾപ്പെടുന്ന ചരിത്ര സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി ബോധ്ഗയയിലേക്ക് പോകണം. വിളഞ്ഞു നിൽക്കുന്ന വയലുകൾ പിന്നിട്ട് ഞങ്ങൾ രാജ്ഗീർ പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കെത്തി. ഇന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇനി ആദ്യം ഭക്ഷണം കഴിക്കണം. രാജ്ഗീറിൽ തന്നെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് എന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബിജു തോമസും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇൻസാഫും പറയുന്നുണ്ട്. ഗ്രീൻ ഹോട്ടൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മുറ്റത്തിട്ട മേശയ്ക്ക് ചുറ്റും ഞങ്ങളിരുന്നു. ബിജു തോമസിന്റെ പരിചയക്കാരനാണ് ഈ വിളമ്പുകാരും മറ്റു ജോലിക്കാരുമൊക്കെ. വിഭവങ്ങൾ ഓർഡർ ചെയ്യാനുള്ള ചുമതല ബിജു തോമസിനെ തന്നെ ഏൽപ്പിച്ചു. മട്ടൻ കറിയും വെജിറ്റബിൾ കറിയും ചപ്പാത്തിയും ഉൾപ്പെടെ ഓർഡർ ചെയ്ത് കാത്തിരിപ്പായി. ആദ്യം സലാഡ്സ് എത്തി. ധാരാളം സലാഡ്സ് ഉത്തരേന്ത്യക്കാർ കഴിക്കും. ഉള്ളി ഇന്നാട്ടുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ സലാഡ് കൂടി പറഞ്ഞു. സലാഡ്സ് കഴിക്കുന്ന ശീലം മലയാളികൾക്ക് പൊതുവെ ഇല്ലാത്തതാണ് പ്രമേഹത്തിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം. പുറകെ പ്രധാന വിഭവങ്ങളെത്തി. ചപ്പാത്തി, മട്ടൺ റോസ്റ്റ്, മിക്സഡ് വെജിറ്റബിൾസ് കറി. ബീഫ് ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബീഫ് ഉൾപ്പെടുന്ന വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. മാംസാഹാരം എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടണുമാണ് ഇവിടെ കിട്ടുക. സപ്ലയർ കാർണവർ തന്നെ ചപ്പാത്തി വിളമ്പി തന്നു. അദ്ദേഹം ഒരു ഗൃഹനാഥനെ പോലെ ചുറ്റും നടന്ന് വേണ്ടതൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. രുചികരമായ ആ ഭക്ഷണം കഴിച്ചു തീർത്ത് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴേക്കും നേരമിരുട്ടി. അവിടെ നിന്നും യാത്ര തുടർന്നു. ബോധ്ഗയയിലേക്കാണ് ഇനി ദീർഘമായ യാത്ര. ഇവിടെ നിന്നും ഏതാണ്ട് 75 കിലോമീറ്റർ ഓടണം ബോധ്ഗയയിലേക്ക്. രാജ്ഗീർ പിന്നിട്ട് കഴിയുന്നതോടെ കുറേ ദൂരം വനപ്രദേശത്തിലൂടെയാണ് പോകുന്നത്. 10 കൊല്ലം മുൻപ് വരെ രാത്രിയിൽ ഇതിലൂടെയുള്ള യാത്ര വളരെ അപകടകരമായിരുന്നു എന്ന് ബിജു തോമസ് പറയുന്നുണ്ട്. പണ്ട് വഴി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോൾ പയ്യെ പോകുന്ന വാഹനങ്ങളെ കൊള്ളക്കാർ ആക്രമിക്കുമായിരുന്നു. ഇപ്പോൾ കഥ മാറി. നല്ല ഹൈവേ വന്നിരിക്കുന്നു. ഇപ്പോൾ പാതയോരത്ത് ചെറിയ ചെറിയ പട്ടണങ്ങൾ ഉണ്ടായിത്തുടങ്ങി. അവിടെ രാത്രി ഭക്ഷണത്തിന്റെ റെസ്റ്റോറന്റുകളും മറ്റും കാണാം. ചില അമ്പലങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ. ഒരു ഗ്രാമം കഴിയുന്നതോടെ പിന്നെ വലിയ ഇരുട്ടുള്ള ഭാഗത്തുകൂടി പോകണം. അങ്ങനെ കുറെ ഓടി ഞങ്ങൾ ഗയാ പട്ടണത്തിന് അടുത്തെത്തി. ഗയാ പട്ടണത്തിൽ കയറാതെയാണ് ബോധ്ഗയയിലേക്ക് പോകുന്നത്. ഗയാ പട്ടണത്തിൽ നിന്ന് 6 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്താൽ ബോധ്ഗയയിലെത്താം. പട്ടണത്തിന്റെ ഒരു ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. പലയിടത്തും ഫ്ലൈ ഓവറുകളുടെ ഒക്കെ പണി നടക്കുന്നുണ്ട്. ബോധ്ഗയയുടെ സമീപത്തുള്ള ഇമ്പീരിയൽ ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല. ഇന്ത്യൻ ഹോട്ടലുകളെ ഇന്റർനെറ്റിൽ കണ്ടിട്ട് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും. ഇന്റർനാഷണൽ ഹോട്ടലുകളുടെ ക്വാളിറ്റി കൃത്യമായി ഇന്റർനെറ്റിലെ റേറ്റിംഗിലൂടെ കണ്ടുപിടിക്കാം. ഇന്ത്യൻ ഹോട്ടലുകൾ അങ്ങനെ വിലയിരുത്താനാവില്ല. വണ്ടർഫുൾ എന്നൊക്കെ കമന്റുകൾ ഉണ്ടാകും. അത്തരം കമന്റ്സും ഫീഡ്ബാക്സും ഒക്കെ ഹോട്ടലിലെ ജോലിക്കാർ തന്നെ എഴുതിയിടുന്നതാവും. 4 സ്റ്റാർ എന്നൊക്കെയാണ് നെറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കയറി ചെല്ലുമ്പോൾ 4 സ്റ്റാറിന്റെ നിലവാരമൊന്നും കാണുന്നില്ല. മുഖം തുടയ്ക്കാനുള്ള വെറ്റ് നാപ്കിനൊക്കെയായി ജീവനക്കാരൻ കാത്തു നിൽക്കുന്നുണ്ട്. വിശാലമായ നല്ല ലോബി. ചെക്ക് ഇൻ ചെയ്തു. അതോടെ ഹോട്ടലുകാർ ഇന്ത്യൻ സ്വഭാവം കാണിച്ചു. 2 ഡബിൾ റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഞാൻ കൊടുത്ത പണം സിംഗിൾ ഒക്യുപ്പൻസിയുടേതാണെന്നാണ്. ഒരു മുറിയിൽ 2 പേർ കിടക്കണമെങ്കിൽ 3000 രൂപ കൂടി കൊടുക്കണമത്രേ. അത് അല്പം കടന്ന കൈയായിപ്പോയി. 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തതിനു പുറമെ വീണ്ടും ഒരു 3000 കൂടി ചോദിച്ചു. ഏതായാലും ലിഫ്റ്റിൽ കയറി മുറിയിലേക്ക് നീങ്ങി. ഇന്ത്യൻ ഹോട്ടലുകൾ, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലത്തെ ഹോട്ടലുകൾ യാതൊരു പ്രൊഫഷണലിസവും മാന്യതയുമില്ലാതെയാണ് പെരുമാറുന്നത്. നല്ല ഹോട്ടലുകൾ പോലും കിട്ടുന്നൊരു ടൂറിസ്റ്റിനെ കൊള്ളയടിക്കുക എന്ന മനോഭാവത്തിലാണ്. ഇമ്പീരിയൽ ഹോട്ടലിൽ എനിക്ക് നേരിട്ട അനുഭവം വളരെ മോശമായി തോന്നി. ഇതിൽ ഒരു കട്ടിലിന് 5000 രൂപയും മറ്റേ കട്ടിലിന് 3000 രൂപ വേറെയും കൊടുക്കേണ്ടി വന്നു. പിറ്റേ ദിവസം പ്രഭാതം. ഇന്നത്തെ പരിപാടികൾ രാവിലെ തന്നെ തുടങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി.
ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്താണ് യാത്ര. ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല. ഇവിടെ അടുത്തുതന്നെയാണ് ബോധ് ഗയയിലെ പ്രധാന ക്ഷേത്രമായ മഹാബോധി മഹാവിഹാര. ബോധ് ഗയയിൽ വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധോദയം സിദ്ധിച്ചത്. പാതയോരങ്ങളിൽ നിരവധി ഹോട്ടലുകൾ ഉയർന്നു വരുന്നുണ്ട്. ബോധ് ഗയയുടെ എൻട്രൻസ് ആണിത്. ബുദ്ധമതക്കാരുടെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബോധ് ഗയ. ബുദ്ധൻ ജനിച്ച ലുംബിനി, ശ്രീബുദ്ധൻ ആദ്യമായി ധർമ്മപ്രഭാഷണം നടത്തിയ സാർനാഥ്, ബുദ്ധഭഗവാൻ നിർവ്വാണം പ്രാപിച്ച കുശി നഗരം എന്നിവയാണ് മറ്റു 3 കേന്ദ്രങ്ങൾ. അതൊക്കെ ഓർത്തങ്ങനെ ഇരിക്കവേ വഴിയിലൂടെ ബുദ്ധസന്യാസിമാരുടെ ഒരു ജാഥ പോകുന്നത് കാണാം. അതെന്താണെന്നറിയാൻ വണ്ടി നിർത്തി ഞാൻ അവിടെ ഒന്നിറങ്ങി. കാര്യമായി ഒന്നും പിടികിട്ടിയില്ല. എന്തോ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള ജാഥയാണെന്ന് മനസ്സിലായി. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പരിപാടി തന്നെയാണ്. ഏറ്റവും മുന്നിൽ കുറെ ബുദ്ധസന്യാസിമാരെയാണ് കണ്ടത്. അവർക്ക് പിന്നാലെ ബാനറും കൊടികളുമൊക്കെയായി കുറെ ആളുകളുണ്ട്. ജാഥ അങ്ങനെ കടന്നുപോയി. അവരെ വിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥൻ 29ാമത്തെ വയസ്സിലാണല്ലോ കുടുംബ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനം തേടിയിറങ്ങിയത്. അങ്ങനെ ദീർഘദൂരം കാൽനടയായി സഞ്ചരിച്ച് സിദ്ധാർത്ഥൻ ഗയയ്ക്ക് സമീപമുള്ള ഉറുവേലയിലെത്തി. 5 കൊല്ലം കഠിനമായ തപസ് ചെയ്തു. പഴയ ആ ഉറുവേലയാണ് ഇന്നത്തെ ബോധ് ഗയ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ഇലക്ട്രിക് റിക്ഷകളിലെ പോകാൻ പാടുള്ളൂ എന്നാണ്. മഹാബോധി ക്ഷേത്രത്തിനടുത്തേക്ക് 1/2 കിലോമീറ്റർ ഉണ്ടാകും. അത്രയും ദൂരം ഇലക്ട്രിക് റിക്ഷയിൽ പോകണം. റിക്ഷക്കാരൻ ഞങ്ങളെ മഹാബോധി സൊസൈറ്റിയുടെ ഒരു ഓഫീസിന് മുന്നിൽ എത്തിച്ചു. കൂലി കൊടുത്ത് അവനെ പറഞ്ഞുവിട്ടു. ഇവിടെ പൂത്താലങ്ങളുടെ വിൽപ്പനയാണ് ഒരു പ്രധാന കാഴ്ച. കുറെ ആളുകൾ പൂത്താലങ്ങൾ വിൽക്കുന്നുണ്ട്. മഹാബോധി മഹാവിഹാരയിലേക്ക് പോകുന്നവരൊക്കെ പൂക്കൾ വാങ്ങും. ഇയാൾ ഒരു പൂക്കച്ചവടക്കാരനാണ്. നിങ്ങൾ ഈ ക്യാമറ കൊണ്ടുപോയാൽ അകത്ത് കയറ്റിവിടില്ല എന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. വെൽക്കം ടു മഹാബോധി മഹാവിഹാര ടെമ്പിൾ എന്ന ബോർഡ്. ഇതാണ് മഹാബോധി ക്ഷേത്രത്തിന്റെ പ്രധാന എൻട്രൻസ്. പക്ഷേ ഇവിടെ നിന്നപ്പുറത്തേക്ക് ക്യാമറയുമായി പോകാനാവില്ല. പൂത്താലവുമായി ഒട്ടേറെ പേരുണ്ട് ഇവിടെ. ഭക്തർക്ക് വിൽക്കാനുള്ള പൂത്താലങ്ങൾ. ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോകാവുന്ന ചെറിയൊരു ബാഗും പൂത്താലവും മാത്രമേ അനുവദിക്കൂ. ചിലർ ആമ്പൽ പൂക്കളും താമരപ്പൂക്കളുമൊക്കെയായി പോകുന്നു. ആമ്പലും താമരയുമൊക്കെയാണ് ബുദ്ധക്ഷേത്രങ്ങളിൽ ഭക്തർ സാധാരണയായി സമർപ്പിക്കുക. ഇവിടെയാകട്ടെ റോസാപ്പൂക്കളും ചെണ്ടുമല്ലിയുമെല്ലാം ആളുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. മിക്കവരും പൂത്താലമില്ലാതെയാണ് പോകുന്നത്. 2 കൈയിലും ആമ്പലുമായി പോകുന്നവരുമുണ്ട്. ഇവർ സിക്കിമിൽ നിന്നോ മറ്റോ വന്നവരാണ്. ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ബുദ്ധസന്യാസിമാരും താലവുമായി അകത്തേക്ക് പോകുന്നു. അത് VVIP എൻട്രൻസ് ആണ്. ഇതാണ് പ്രധാന എൻട്രൻസ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവയൊന്നും അനുവദിക്കില്ല. സെക്യൂരിറ്റി പരിശോധന കർശനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തീരുമാനമായി. മനുഷ്യന്റെ പീഡകൾക്കുള്ള കാരണവും അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴികളും അന്വേഷിച്ച് നടന്ന സിദ്ധാർത്ഥ രാജകുമാരൻ കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തിരഞ്ഞെടുത്ത പ്രദേശം ഇവിടമായിരുന്നു. ബോധിവൃക്ഷം എന്ന് പിന്നീട് അറിയപ്പെട്ട അരയാലിന്റെ ചുവട്ടിലിരുന്നായിരുന്നു ആ തപസ്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതും. ആ വൃക്ഷത്തിന്റെ പരമ്പരയിലുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള വൃക്ഷമെന്നാണ് വിശ്വാസം. ആ വൃക്ഷത്തിൽ നിന്ന് പൊഴിയുന്ന ഇലകൾ പോലും ശേഖരിക്കാൻ ഭക്തർ തിരക്കുകൂട്ടുന്നത് പതിവാണ്. ബുദ്ധമതത്തിലെ അനേകം വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സ്ഥലമാണ് മഹാബോധി മഹാവിഹാര ക്ഷേത്രം. ഇവിടെ ഒരു ഗ്ലാസ് വേലിയുണ്ട്. ആ വേലിക്ക് അപ്പുറത്തുകൂടിയാണ് അകത്തേക്കുള്ളവർ പോകുന്നത്. ഞാനാകട്ടെ ക്യാമറയുമായി പുറത്തുകൂടി നടക്കുകയാണ്. സന്യാസിമാരാണെന്ന് തോന്നുന്നു. വെളുത്ത വസ്ത്രം ധരിച്ച ചിലർ കടന്നുപോകുന്നു. മ്യാൻമറിൽ നിന്നുള്ള സംഘമാണ് ഇത്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കാണാം. ജപ്പാൻ, മ്യാൻമാർ, ശ്രീലങ്ക, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെല്ലാം. ബുദ്ധസന്യാസിമാരുണ്ട്.
ഒരു ഭാഗത്ത് സാഷ്ടാംഗം നമസ്കരിച്ചുള്ള പ്രാർത്ഥനയാണ്. ഇതൊന്നും ഇന്ത്യക്കാരാവണമെന്നില്ല. കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നവരെ കാണാം. ഭൂട്ടാനിലും ടിബറ്റിലും നേപ്പാളിലുമൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഒരു പലക അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ തുടർച്ചയായി പ്രണാമം ചെയ്തുകൊണ്ടിരിക്കും. ടിബറ്റിൽ ലാസയിൽ വെച്ച് അനേകം പേർ ഒരുമിച്ച് ഇങ്ങനെ പ്രണമിക്കുന്നത് കണ്ടത് ഓർക്കുന്നു. നല്ലൊരു എക്സസൈസ് കൂടിയാണിത്. വേറൊരിടത്ത് ബുദ്ധ സന്യാസിമാർ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്നു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അകലെ കാണുന്നതാണ് മഹാബോധി മഹാവിഹാര ക്ഷേത്രം. 4.25 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ മധ്യത്തിലാണ് മഹാബോധി മഹാവിഹാര ക്ഷേത്രം. ശ്രീബുദ്ധന് ബോധോദയമുണ്ടായി ഏതാണ്ട് 200 വർഷത്തിനു ശേഷമാണ് മൗര്യ ചക്രവർത്തി അശോകൻ ഇവിടെ എത്തുന്നതും ഒരു ക്ഷേത്രം പണിയുന്നതും. അദ്ദേഹം ഇവിടെ ഒരു മൊണാസ്ട്രിയും സ്ഥാപിച്ചിരുന്നു. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഗുപ്ത സാമ്രാജ്യകാലത്ത് 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ പണിതതാണ്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച് പ്ലാസ്റ്റർ ചെയ്തതാണ് ക്ഷേത്രം. ലോകത്തിന്റെ പല ഭാഗത്തും പിന്നീട് ബുദ്ധ, ജൈന, ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് ഇത് മാതൃകയാക്കിയിട്ടുണ്ട്. 14 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ പ്രധാന ഗോപുരത്തിന്. ക്ഷേത്രഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന സ്പിയർ പൂർണ്ണമായും സ്വർണത്തിൽ തീർത്തതാണ്. മനോഹരമായൊരു ക്ഷേത്രമാണ്. അതിന്റെ ചുവട്ടിലുള്ള ഈ നിർമ്മിതികളൊക്കെ പുതിയ കാലത്തേതാണ്. ഇവിടെയെല്ലാം സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ആളുകളെ കാണാം. അതൊരു സ്ഥിരം കാഴ്ചയാണിവിടെ. അശോക ചക്രവർത്തി ഇവിടെ ആദ്യം പണിത ക്ഷേത്രം തകർന്നത് എങ്ങനെയാണെന്ന് രേഖകളൊന്നുമില്ല. എന്നാൽ അക്കാലത്ത് അശോകൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച വജ്രാസന എന്ന കല്ലുകൊണ്ടുള്ള പീഠം പിന്നീട് കണ്ടെത്തുകയുണ്ടായി. അതിപ്പോൾ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ഉത്സവങ്ങൾ നടക്കുന്ന ഒരിടമാണിത്. ശ്രീബുദ്ധന്റെ പിറവി ആഘോഷിക്കുന്ന ബുദ്ധജയന്തി, സന്യാസിമാർക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുന്ന കദിനശ്രവദാന ഉത്സവം, ബൗദ്ധ മഹോത്സവം, കാലചക്ര മഹോത്സവം എന്നിങ്ങനെ നീളുന്നു ആ ആഘോഷങ്ങൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ബുദ്ധമത വിശ്വാസികൾ ഇവിടേക്കെത്തുന്നു. ഞാൻ ക്ഷേത്രത്തിന്റെ പ്രധാന ഗേറ്റിന്റെ ഭാഗത്തേക്ക് തിരികെ വന്നു. ഇവിടെ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒരു കാഴ്ചയുണ്ട് ഇവിടെ. ഭിക്ഷാടകരെ പോലീസുകാർ ഓടിക്കുന്നു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മർദ്ദനത്തിന്റെ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല. ഒരു വൃദ്ധനാണ് ഭിക്ഷക്കാരൻ. അയാളെ ആ വലിയ വടികൊണ്ട് കുറെ തല്ലി. അയാൾ എണീറ്റ് പോകാതിരിക്കുകയും ചുറ്റും ആളുകൾ കൂടുകയും ചെയ്തതോടെ പോലീസുകാർ അല്പം മയപ്പെട്ടതാണ്. ഈ പരിസരത്ത് ഭിക്ഷാടനം പാടില്ല എന്നത് വസ്തുതയാണെന്നതും മറക്കരുത്. ക്ഷേത്രത്തിൽ കയറാൻ പോകുന്നവർ മൊബൈൽ ഫോണൊക്കെ ഏൽപ്പിക്കുന്നത് ഇവിടെയാണ്. മൊബൈൽ ഫോണും ക്യാമറയും ഇവിടെ കൊടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് ക്യാമറ കൊണ്ടുപോകാമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കൗണ്ടർ ഓപ്പൺ അല്ല. ക്ഷേത്ര പരിസരത്ത് ക്യാമറ ഇപ്പോൾ അനുവദിക്കുന്നുമില്ല. അതുകൊണ്ടാണ് കൗണ്ടർ അടച്ചത്. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. അതിന്റെ ചുവട്ടിൽ സന്യാസിമാർക്ക് ഇരിക്കാൻ വേണ്ടി പായ വിരിച്ചിട്ടിരിക്കുന്നു. കുറെ ആളുകൾ ഇരിക്കുന്നുമുണ്ട്. എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടേക്ക് ചെന്നു. കുറെ ബുദ്ധസന്യാസിമാർ ഒത്തുകൂടി നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം കാത്തുനിന്നു, എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ. ഒരു ഭാഗത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പല സന്നദ്ധ സംഘടനകളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ഏജൻസികളുമൊക്കെ ദിവസവും ഇവിടെ ഭക്ഷണം വിളമ്പും. സൗജന്യമാണത്. സന്യാസിമാർ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തും. സന്യാസിമാർക്കാണ് പ്രധാനമായിട്ടും ഈ ഭക്ഷണം നൽകുന്നത്. ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്ന ബുദ്ധ സന്യാസിമാർക്ക് ഇവിടെ ഭക്ഷണം റെഡിയാണ്. ഒരു മുതിർന്ന സന്യാസിയും മറ്റു കുറച്ചുപേരും ഇരുന്ന് ബുദ്ധമന്ത്രങ്ങൾ ഉരുവിടുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെയുള്ള
ബുദ്ധ സൂക്തങ്ങളും പ്രാർത്ഥനയുമൊക്കെയാണ്. ബുദ്ധവിഹാരങ്ങളും ബുദ്ധ സൊസൈറ്റികളും ഉൾപ്പെടെ 14 സ്ഥാപനങ്ങൾ ബോധ്ഗയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം പല നാടുകളിൽ നിന്നുള്ള സന്യാസി സംഘങ്ങളുമുണ്ട്. ഒരു വിയറ്റ്നാമി സ്ത്രീയാണിവർ. അവരുടെ തൊപ്പിയും വേഷവും കാണുമ്പോൾ അറിയാം. ഇന്ന് ഇവിടുത്തെ ഭക്ഷണ വിതരണത്തിന്റെ പ്രധാന സംഘാടകയാണെന്ന് തോന്നുന്നു. ഇക്കാര്യമെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ഇവരാണ്. ബീഹാർ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് മഹാബോധി മഹാവിഹാര ക്ഷേത്രത്തിന്റെ പ്രവർത്തനം. 1949 ബീഹാർ ഗവൺമെന്റ് പാസാക്കിയ ബോധ്ഗയ ടെമ്പിൾ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭരണനിർവഹണത്തിനായി ഒരു 9 അംഗ കമ്മിറ്റിയുണ്ട്. BTMC അഥവാ ബോധ്ഗയ ടെമ്പിൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്. ഗയയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് കമ്മിറ്റി ചെയർമാൻ. യുനെസ്കോ, ബീഹാർ ഗവൺമെന്റ്, വിവിധ രാജ്യങ്ങളിലെ ബുദ്ധിസ്റ്റ് സംഘടനകൾ എന്നിവയുടെ ഒക്കെ സഹായം ക്ഷേത്രപരിപാലനത്തിനായി ലഭിക്കുന്നു. സന്ദർശകർക്കുള്ള മിക്ക സർവീസുകളും സൗജന്യമാണെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പൊതുവെ ശാന്തമാണെങ്കിലും ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2013 ഇവിടെയുണ്ടായ ബോംബ് സ്ഫോടന പരമ്പര ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചിരുന്നു. 2013 ജൂലൈ 7 10 ബോംബുകളാണ് ഇവിടെ പൊട്ടിയത്. 2 ബുദ്ധസന്യാസിമാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന തീവ്രവാദി വിഭാഗമാണ് ബോംബുകൾ സ്ഥാപിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. പൊട്ടാതെ കിടന്ന 2 ബോംബുകൾ പിന്നീട് ക്ഷേത്ര പരിസരത്ത് നിന്ന് കണ്ടെടുക്കുകയുമുണ്ടായി. ബുദ്ധസന്യാസിമാരുടെ ഘോഷയാത്ര തുടരുകയാണ്. പല നിറങ്ങളിലുള്ള വേഷമണിഞ്ഞ സന്യാസിമാർ. ഇവിടെ മറ്റൊരു ക്ഷേത്രമുണ്ട്, ജയശ്രീ മഹാബോധി വിഹാര ക്ഷേത്രം. ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധ സംഘടനകളിലൊന്നായ മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന ക്ഷേത്രമാണിത്. ഇവിടുത്തെ ക്ഷേത്രം പണിതത് 1914 ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബോധ്ഗയ സന്ദർശിക്കാനെത്തുന്ന സന്യാസിമാർക്ക് സൗജന്യ താമസവും ഭക്ഷണവും ഒരുക്കുക എന്നതായിരുന്നു ഈ സെന്ററിന്റെ ലക്ഷ്യം. 1 നൂറ്റാണ്ടിലധികമായി ഇവർ ഈ സേവനം നിർവഹിച്ചു പോരുന്നു. ജയശ്രീ മഹാബോധി വിഹാരയിൽ നിന്നും ഇറങ്ങി ഇവിടെ ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു ഉണ്ട്. അത് കാണാൻ പോകാനായി ഞങ്ങൾ ഒരു ഇലക്ട്രിക് ഓട്ടോ വിളിച്ചു. ഈ ഭാഗത്തെല്ലാം ഇലക്ട്രിക് ഓട്ടോ മാത്രമേ അനുവദിക്കുകയുള്ളൂ. സന്ദർശകർ വരുന്ന വാഹനങ്ങളൊന്നും ഈ വഴികളിൽ അനുവദിക്കുകയില്ല. വഴിയിൽ മുഴുവൻ ഉത്സവപ്പറമ്പിലേതുപോലെ സുവനീർ കടകളാണ്. ബുദ്ധശില്പങ്ങളാണ് പ്രധാന വിൽപ്പന വസ്തു. ഇതാണ് ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യുവിലേക്കുള്ള എൻട്രൻസ്. ഭീമാകാരൻ ബുദ്ധ പ്രതിമയാണ്. ഞങ്ങൾ അതിനടുത്തേക്ക് നടന്നു. ജപ്പാനിലെ ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യക്ക് നൽകിയ സംഭാവനകളിലൊന്നാണ് ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു. ജപ്പാനിലെ ദൈജോക്കിയോ ബുദ്ധിസ്റ്റ് സമൂഹമാണ് അതിന് മുൻകൈയെടുത്തത്. 1989 നവംബർ 18 ദലൈലാമയാണ് ഇത് അനാച്ഛാദനം ചെയ്തത്. ലോകത്ത് പലയിടത്തും കൂറ്റൻ ബുദ്ധപ്രതിമകൾ കണ്ടിട്ടുണ്ട്. ടിബറ്റിലും തായ്ലൻഡിലും ഹോങ്കോങ്ങിലും ഭൂട്ടാനിലുമൊക്കെ കൂറ്റൻ ബുദ്ധപ്രതിമകളുണ്ട്. ഇന്ത്യയിലും ഇങ്ങനെ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് എന്നത് ചിലർക്കെങ്കിലും പുതിയ അറിവായിരിക്കും. 24 മീറ്ററാണ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ഈ പ്രതിമയുടെ ഉയരം. ഏതാണ്ട് ഒരു 8 നില കെട്ടിടത്തോളം വരും. പ്രതിമയുടെ മാത്രം ഉയരം 18.5 മീറ്ററാണ്. ഇന്ത്യയിലെ പ്രമുഖ ടെമ്പിൾ ആർക്കിടെക്റ്റായിരുന്ന വൈദ്യനാഥ് ഗണപതി സ്ഥപതി ആണ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തത്. തമിഴ്നാട്ടുകാരനായ അദ്ദേഹം 2011 അന്തരിച്ചത്. സാൻഡ്സ്റ്റോണും ചുവന്ന ഗ്രാനൈറ്റ് ബ്ലോക്കുകളും ഉപയോഗിച്ച് 7 വർഷങ്ങൾ കൊണ്ടാണ് പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയായത്. ഈ പ്രതിമയ്ക്കകം ഉയരമേറിയ ഒരു ഹോളാണ്. ഒരു സംഘം സന്യാസിമാർ പ്രതിമയുടെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ വിശദീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ട്. എപ്പോഴും ധാരാളം സന്യാസിമാർ ഈ പരിസരത്തുണ്ടാകും. ഇന്ത്യൻ സന്യാസിമാരും വിദേശ സന്യാസിമാരുമൊക്കെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയാണിത്. ബുദ്ധപ്രതിമയുടെ മുന്നിൽ 2 വശങ്ങളിലായി ഇങ്ങനെ 10 പൂർണ്ണകായ പ്രതിമകളുണ്ട്. ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ശിഷ്യന്മാരുടെ പ്രതിമകളാണ്. ഇവിടെ കുറെ ഷോളുകൾ വേലിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പൂക്കൾ സമർപ്പിക്കുന്നത് പോലെ ഷോളുകൾ കൊണ്ടുവന്ന് ഈ വേലിയിൽ കെട്ടുന്ന ഒരു പതിവുണ്ടിവിടെ.
സാമ്പ്രാണി കത്തിക്കുന്ന വലിയൊരു ബൗളുമുണ്ട്. ഞാൻ തിരികെ പുറത്തേക്ക് നടന്നു. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെയും. ബീഹാറിലുള്ളവർക്ക് പോകാൻ അധികം ടൂറിസ്റ്റ് സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഇവിടെയെല്ലാം വരും. ഞങ്ങൾ യാത്ര തുടർന്നു. ഇവിടെ കുറേയേറെ ബുദ്ധവിഹാരങ്ങളുണ്ട്. പല രാജ്യങ്ങളിലെ ബുദ്ധമതക്കാരുടെ വിഹാരങ്ങളാണ്. തായ്ലാൻഡ്, ചൈന, ജപ്പാൻ, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം ഇവിടെ വിഹാരങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് കാണണം. അതിനുവേണ്ടിയാണ് സഞ്ചാരം തുടരുന്നത്.